ഞാൻ സർവീസ് വോട്ടർമാർ, മിലിറ്ററി സർവീസിലും പാരാമിലിറ്ററി സർവീസിലുമുള്ള സർവീസ് വോട്ടർമാർ പോസ്റ്റൽ ബാലറ്റ് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലുമായി വോട്ട് ചെയ്ത് തപാൽ വഴി പോസ്റ്റൽ ബാലറ്റ് അയച്ചവർ ഇതിനകം 2532 പേരാണ്. അതിൽ 11 പോസ്റ്റൽ ബാലറ്റ് കിട്ടിയത് ഇന്നലെയാണ്. മെയ് 1 വരെ സർവീസ് വോട്ടർമാരുടെ ലിസ്റ്റിൽപ്പെട്ട പോസ്റ്റൽ ബാലറ്റിന് അർഹതയുള്ളവർ വോട്ട് ചെയ്ത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് എത്തിയത് റിസീവ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചുകൂടാ? വോട്ടെണ്ണുന്ന മെയ് 4 മുമ്പ്. ഈ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയണ്ടേ? സർവീസ് വോട്ടർമാരായ മിലിറ്ററി, പാരാമിലിറ്ററി സർവീസിലുള്ളവർ പോസ്റ്റൽ ബാലറ്റിലാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാർ വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ട് ട്രഷറിയിൽ എത്തിച്ചാൽ പോരെ? ഇന്നലെയാണ് കണ്ണൂർ ട്രഷറിയിൽ 11 പോസ്റ്റൽ ബാലറ്റ് എത്തിയത്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസവും എത്തിയ പോസ്റ്റൽ ബാലറ്റുകളുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചത് കോടതിയെയാണ്. കോടതി ഇക്കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നമില്ല. മറ്റൊരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായ ഒരു പ്രശ്നമാണ് DCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന തോമസ് വർഗീസ് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം AICC പ്രസിഡന്റിന് പരാതി അയച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ പരാതിയിൽ അദ്ദേഹം പറയുന്നത് KPCC പ്രസിഡന്റിൻ്റെ ചില പ്രവർത്തനങ്ങളിലെ ക്രമവിരുദ്ധവും ഒപ്പം വഞ്ചനാപരവുമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നത്, വയനാട് ഫണ്ട് അതിൽ വെട്ടിപ്പുണ്ടാവുകയും ധന ദുർവിനിയോഗം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഫണ്ട് പിരിച്ചത് എത്ര?